നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ ഭാഗമായി ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് മട്ടാഞ്ചേരിയിലേക്കാണ്. മട്ടാഞ്ചേരിയുടെയും കൊച്ചിയുടെ മറ്റു വിശേഷങ്ങളിലേക്കും ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പാലം എന്ന് പറയുന്നത്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫോർട്ട് കൊച്ചിയും ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മട്ടാഞ്ചേരിയുമാണ്. ഈ പാലത്തിന് ഒരു പ്രത്യേക പേരുമുണ്ട്, ചുങ്കം പാലം എന്നാണ് പറയുന്നത്. അത് രണ്ട് നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥലമാണ്. അന്ന് ഉണ്ടായിരുന്ന ചെറിയ പാലത്തിന് ചുങ്കം കൊടുത്താൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതാണ് ഈ പാലത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഈ കാണുന്ന ബിൽഡിംഗ്, ഇത് നമ്മൾ ചാർലി എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ്റെ പടമില്ലേ, അതിൽ ഇതാണ് അവരുടെ വീടായിട്ട് ഉപയോഗിച്ചിരുന്ന കെട്ടിടമാണ് ഈ കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ അധികം പറയാനുണ്ടാവും. കാരണം ഈ സ്ഥലത്ത് ഇതും ഇവിടെ കുറച്ച് ഐലൻഡാണ്. മുമ്പ് കാലങ്ങളിൽ ഇവിടെ നിന്ന് ബോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് വരുന്ന ഷിപ്പുകളിൽ നിന്നൊക്കെ ഈ സാധനം വന്നിട്ട് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കച്ചവടം ചെയ്തിരുന്നത് എന്ന് ഒരു ഐതിഹ്യവും കൂടെ ഈ ചുങ്കം പാലത്തിനുണ്ട്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ വന്നപ്പോൾ ഇത്തരം കെട്ടിടങ്ങൾ ഇപ്പോഴും അതേപോലെ പ്രിസർവ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. കാരണം ആൾക്കാർ താമസമുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് നിന്നൊക്കെ ആൾക്കാർക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതാണ് ഈ പാലത്തിൻ്റെ, ചുങ്കം പാലത്തിൻ്റെ പ്രത്യേകത. ഈ മട്ടാഞ്ചേരിയിലെ പ്രധാന വ്യവസായം എന്ന് പറഞ്ഞാൽ സ്പൈസസ് തന്നെയാണ് അല്ലേ? ഇതിപ്പോൾ ഒരുപാട് തരം സ്പൈസസ് ഉണ്ടല്ലോ. ഇതിപ്പോൾ ജീരകമാണോ? ഓ, ജീരകം. ഇത് പെരുംജീരകം. ഇതോ നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്ന ജീരകമാണ്. ഇതെല്ലാം ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചുക്ക്, ഇഞ്ചി ഉണക്കി എടുക്കുന്നതാണ് ചുക്ക്. അതോ കസ്തൂരി മേത്തി. ഓക്കെ. ഇത് പച്ചക്കുരുമുളക്. ഓക്കെ. ഇത് ഓ, അതിലൊക്കെ ഇടുന്നതാണ്. അത് ഉണക്കി ഓ, അതിൻ്റെ ജാതിക്കയുടെ ഫ്ലവറാണ്. ഇതും ബിരിയാണിയിലിടും. ഓ, ഇതാണ്. ഓ, അത് വീട്ടിൽ ഉപയോഗിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് ഓ, ബോഡിക്കൊക്കെ ഓ, ഇതൊക്കെ നമുക്കറിയാവുന്ന മുളകുകളാണ്. കാന്താരി മുളക് ഉണക്കിയതാണ്. അത് തിപ്പല്ലി, അതിമധുരം തിപ്പല്ലി എന്നൊക്കെ പറയുന്നത് ആയുർവേദത്തിനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ? തിപ്പല്ലി. മറ്റേതെല്ലാം കുരുമുളക് ഉണക്കിയ. ഓ, കുരുമുളക്. ഓക്കെ. മറ്റേ പട്ട. ഓ, ഓ, അതിനെന്തോ നല്ല വാല്യൂ. സിലോൺ പട്ടയ്ക്ക് ഓ, അതെ, അതിങ്ങനെ പറയാറുണ്ട്. അതിന് വില കൂടുതലാണോ? ശ്രീലങ്കൻ പട്ടയ്ക്ക് കുറച്ച് വില. ഇതിനേക്കാൾ നോർമൽ പട്ടയേക്കാൾ വില കൂടുതലാണ്. ഇത് സ്റ്റാർ പോലെ വരും. അതും ഈ ബിരിയാണിയിലൊക്കെ ഇടും. അത് ജാതിക്ക നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓ, ജാതിക്ക ഉരച്ചു കൊടുക്കുന്നത് കറിയിലൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് ഇവിടുന്ന് വിദേശികൾ വന്ന് നാടൻ ആൾക്കാരും വന്ന് ഇവിടെ നിന്നാണല്ലോ എല്ലാ സ്പൈസസും എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങിയതെന്ന് പറയാറുണ്ട്.
പണ്ടേ ഇപ്പോഴും അതുണ്ട്. ഓ അവർ തന്നെ മേടിച്ചുകൊണ്ട് പോകില്ല. അപ്പോൾ ഇത് ഇവിടെ സാധനങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? വയനാട് അവിടെ നിന്നൊക്കെ മെയിനായിട്ടുള്ളത് ഇടുക്കിയാണ്. കട്ടപ്പന ഇടുക്കിന്നാണ് നമുക്ക്. ഓ കട്ടപ്പന ഇടുക്കി അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ ജീരകങ്ങളൊക്കെ പുറത്തുള്ള. ഓ ജീരകങ്ങൾ നമ്മൾ കേരളത്തിൽ പിടിക്കുന്നില്ല. ഇല്ല ഗുജറാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഓ ഓക്കെ ഓക്കെ. ഈ ചെറിയ മുളകൊക്കെ ഉണക്കുന്ന ഇവിടെയാണോ അതോ വേറെ എടുക്കുമ്പോൾ? ഓ അങ്ങനെ ഉണക്കുന്നതാണ് ഇതെല്ലാം അങ്ങനെ. ഓ ശരി ഓക്കെ. നമ്മളെപ്പോഴും വിചാരിക്കും അത് വെളിയിൽ നിന്ന് വരുന്നതാണെന്ന് വിചാരിക്കും. ഓക്കെ. ഇവിടെ ഉണക്കുകയാണെങ്കിൽ നമുക്ക് എന്നാ ധൈര്യമായിട്ട് മേടിച്ചുകൊണ്ട് പോകും ഇല്ലേ? ഏതായാലും കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, വളരെ സന്തോഷം. ഈ മട്ടാഞ്ചേരി സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ മൊത്തം വ്യാപാരവും ഒരുപക്ഷെ നമുക്ക് സ്പൈസസ് എന്ന് പറയാൻ പറ്റും. നമുക്കിപ്പോൾ കാണാമല്ലോ ഈ റോഡിൻ്റെ സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ചാക്കിലെല്ലാം വിവിധ തരം സ്പൈസസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ വിലക്കുറവുമുണ്ട്, നല്ല ക്വാളിറ്റി സാധനം കിട്ടുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്നാണ് ഈ സ്പൈസസ് എല്ലാം വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞു. മട്ടാഞ്ചേരിയിൽ വന്നപ്പോൾ മറ്റൊരു പുരാതനമായൊരു ചർച്ചാണ് ഈ കൂനം കുരിശ് ചർച്ച് എന്ന്. ഇത് പറയുന്നത് അവർ ലേഡി ഓഫ് ലൈഫ് ചർച്ച് എന്നാണ് പറയുന്നത്. വളരെ പുരാതന കാലത്തെ ഉള്ളതാണ്. നമുക്കിവിടെ ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിന് മുമ്പ് സമരം നടന്നിട്ടുണ്ട്. ആ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച് കൂടിയാണ് ഈ കൂനം കുരിശ് ചർച്ച്. ഇത് ഡച്ചുകാർ സ്റ്റാർട്ട് ചെയ്ത സ്പൈസ് മാർക്കറ്റാണ് ഇതിനകത്ത് കാണുന്നത്. ഇവിടെ സ്പൈസസ് കൊണ്ടുവന്നിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ സീ ആണ്. അവിടെ നിന്ന് തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കകത്ത് പോയി നോക്കാം. ഈ ഏരിയയാണ്, ഇതിൻ്റെ പേര് ചുക്ക് കളമെന്നാണ് അവർ പറഞ്ഞതുണ്ടല്ലോ. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് സ്പൈസസ് കൊണ്ടുവന്നിട്ട് ഉണക്കുന്ന സ്ഥലമാണ്. ഉണക്കിയതിന് ശേഷം മുമ്പ് ഇവരുടെ വാഷ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. പക്ഷേ ഇപ്പോഴും ഇത് വർക്കിംഗ് ആണെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ വന്ന ദിവസം ഇവിടെ അവധിയായി പോയതുകൊണ്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് ഉണക്കിയ ചുക്കും ബാക്കി സ്പൈസസും ഒക്കെ ഏതായിരുന്നാലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർ ചുണ്ണാമ്പ് ചേർത്ത് കലക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ പ്രോസസ്സിങ് കഴിഞ്ഞ് അവസാനം ഇവിടെ വരികയും ഇവിടെ നിന്ന് അകത്ത് കൊണ്ടുപോയിട്ട് അവരിതിൻ്റെ സ്കിന്നും ഈ ചുണ്ണാമ്പിൻ്റെ ഇതും കളയാൻ വേണ്ടിയിട്ടൊരു പ്രോസസ്സിംഗ് ഉണ്ട്. ഇങ്ങനെ അരിപ്പ് പോലെ ഇട്ടിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അത് അപ്പുറത്തെ ബിൽഡിങ്ങാണ്. അതും കഴിഞ്ഞ് അതിൻ്റെ സ്കിന്നെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ കൊണ്ടുവന്ന് ശരിക്കും പ്രോസസ്സ് ചെയ്തിട്ടാണ് അത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും ഇത് ഫങ്ഷനിങ് ഉള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് ഇവിടെ അവധി ആയതുകൊണ്ടാണ് നമുക്ക് അത് നേരിട്ട് കാണാൻ പറ്റാത്തത്. നിങ്ങൾക്ക് വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രോസസ്സിങ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മട്ടാഞ്ചേരിയിലെ ഈ ഫാക്ടറി. ഓർഗാനിക്കാണ്. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ കടയിലൊന്നും കിട്ടൂല. പ്രസ് ചെയ്താൽ ഇങ്ങനെ ഓയിൽ വരും ഇങ്ങനെ. ഓ ഇതിലല്ലേ? ഓയിൽ വേണ്ട, എൻ്റെ കയ്യിൽ ഓയിൽ നനയാവണം, വേണ്ട. ശരിയാ മനസ്സിലായി. പൊട്ടിക്കഴിഞ്ഞാൽ ക്വാളിറ്റി പോയി. മനസ്സിലായി. അപ്പൊ ഇത് ബ്ലിങ്ക് ചെയ്യണ്ട, ഓയിൽ ബ്ലിങ്ക് ചെയ്യണ്ട, എണ്ണ വേണ്ട. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്നത്. മെയിനായിട്ട് ഇതിപ്പോൾ നാടനാണ്. ഇത് വന്ന ശ്രീലങ്കൻ ഐറ്റംസ് ഇങ്ങനെ കുറവ് തന്നെ, ഓയിൽ അത് ക്വാളിറ്റി കുറവായിരിക്കും. ഇതിൽ ഓയിൽസ് ഒന്നും ഇല്ല. ഓയിൽസ് എക്സ്ട്രാക്ട് ഒക്കെ എടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് വരുന്നത്. ഇതിൽ ഓയിൽ ഉള്ളതാണ്. ഓർഗാനിക്.
ഇത് പാളയിൽ ഉണ്ടാക്കുന്ന സോപ്പാണ്. പാം ട്രീ ഓർഗാനിക് ആണ്, നാച്ചുറൽ പാക്കിംഗ് ആണ്. പാളയിൽ കൂടുതൽ അട്രാക്ഷൻ ആണ്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കും. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സോപ്പാണ്. അപ്പോൾ ഇത് കുടുംബശ്രീക്കാർ ഇങ്ങനെ അവരുണ്ടാക്കുന്നതാണ്. നമ്മൾ അവരെ ബൈ ചെയ്യണം ബൾക്കായിട്ട്. ഇതെല്ലാം തടിയിൽ ഉണ്ടാക്കിയ സ്റ്റെപ്പുകളാണ്. നമുക്കിപ്പോൾ ചരിവൊക്കെ കാണാം. ഒന്ന് ആലോചിക്കണം, 450-500 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഡച്ചുകാരും പോർച്ചുഗീസുകാരും ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. എന്നാലും ഇപ്പോഴും ഫങ്ഷനിങ് ആണ് എന്നുള്ളതാണ് സന്തോഷം. നമ്മൾ മട്ടാഞ്ചേരിയിലെ ജൂ ടൗണിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ജൂത തെരുവെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിതല്ല, അത് മറ്റേ സൈഡിലാണ്. അപ്പോൾ ഈ ജൂതന്മാർ ഇവിടെ വന്നതിൽ തന്നെ വളരെയധികം കഥകളുണ്ട്. 2 തരം പ്രാർത്ഥനാ രീതിയുള്ള ജ്യൂസ് ഇവിടെ വന്നുവെന്നും ഒരു തരം, അതായത് ബ്ലാക്ക്സും വൈറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ബ്ലാക്സിന് ഇവിടെ നിന്ന് പിന്നെ അവർ ഓടിക്കുകയും, ബ്ലാക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധനാ രീതിയുടെ വ്യത്യാസങ്ങളാണ്. വൈറ്റ്സ് ഇവിടെ റിമെയിൻ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ജൂ ടൗണിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏതായാലും ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ഈ ജൂ ടൗണിൽ താമസിക്കുന്ന ജൂതന്മാരെയും അവരുടെ ജീവിത രീതിയും കാണാൻ കഴിയും. ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് വാർപ്പാണ് ഈ ഇരിക്കുന്നത്. ഇതിന് 3184 കിലോ വെയിറ്റ് ഉണ്ട്. ഇത് നമ്മൾ കയറി വരുമ്പോൾ അവിടെ തന്നെ ഒരു ഷോപ്പുണ്ട്, അതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇതിവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇത്രയും വലിയൊരു വാർപ്പ്, നമുക്ക് ഒരു പായസമൊക്കെ വെക്കണമെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ഥലം മതിയല്ലോ. ഇത്രയും വലിയ വാർപ്പിൽ എത്ര പേർക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നുണ്ടല്ലോ. അത് വേൾഡ് റെക്കോർഡാണ്. അത് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകം ഒരു അട്രാക്ഷനാണ്. മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻറ്റിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, സ്റ്റാച്യൂസ് ഉണ്ട്. ഇതെല്ലാം ഇവിടെ വന്ന് നമുക്ക് ഫിക്സ് പ്രൈസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. എന്നാലും നമുക്ക് നോക്കിയിട്ട് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങാൻ കഴിയും. ജൂ ടൗണിൽ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ ഒരു പെർഫ്യൂം ഫാക്ടറി ഉണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. കാര്യം ഇപ്പോൾ എല്ലാവരും പെർഫ്യൂം ഉപയോഗിക്കുന്നതാണ്. ഇവിടെ എങ്ങനെയാണ് ഒരു പെർഫ്യൂം മിക്സ് ചെയ്ത് ഇത്രയും നല്ല സുഗന്ധമാക്കി മാറ്റുന്നതെന്ന് നമുക്ക് ഈ ഫാക്ടറി കയറി മനസ്സിലാക്കാം. ഞങ്ങളിത് അകത്തോട്ട് കയറിയപ്പോൾ വെറും പെർഫ്യൂം ഷോപ്പ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിനകത്ത് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ചന്ദനത്തിരികളുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും ബിഗസ്റ്റ് നാച്ചുറൽ ചന്ദനത്തിരി ഉണ്ടാക്കിയതിൻ്റെ അവാർഡാണ് ഈ ഇരിക്കുന്നത് അല്ലേ. ഇതിനെത്രയാണ്? 412 കിലോ ഇതുൾപ്പെടെ ആയിരിക്കും അല്ലേ. 69 ഫീറ്റ് നീളം. ഇത് കാണാമല്ലോ അല്ലേ. ഇതിങ്ങനെ നീളത്തിനിരിക്കുകയാണ്. ഇത് കത്തിച്ചാൽ 1 മാസം വരെ അണയാതെ നിൽക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും 1 മാസം ആണെന്നെങ്കിൽ? നമ്മളിവിടെ മേക്ക് ചെയ്യുന്ന ചന്ദനത്തിരി 1 മണിക്കൂർ കത്തുന്നതിൻ്റെ സാറിന് ഒരു ചന്ദനത്തിരി 1 മണിക്കൂർ. സോ സാറിന് അത് ഇമാജിൻ ചെയ്യാം. ഇതിന് 69 ഫീറ്റ് ലോങ് ഉണ്ട്, 412 kg വെയിറ്റും ഉണ്ട്. സാറിന് അപ്പോൾ അത് ഇമാജിൻ ചെയ്യാം ഇത് എത്രയോളം ബേൺ ചെയ്യും. ഇതിന് നമ്മൾ സാധാരണ നിങ്ങൾ നോർമൽ ഒരു ചന്ദനത്തിരി വാങ്ങിക്കുമ്പോൾ അതിൽ ചാർക്കോൾ മെയ്ഡ് ആയിരിക്കും. അതിൽ പെർഫ്യൂമിലാണ് അവരത് ഡിപ്പ് ചെയ്താണ്. അങ്ങനെയല്ല, നമ്മളതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വലിയ ചന്ദനത്തിരിയിൽ നമ്മൾക്ക് ഇവിടെ കാണാം ഡിഫറെൻറ്റ് റേസിൻസ് ആണ്. ഡിഫറെൻറ്റ് മരത്തിൽ നിന്ന് വരുന്ന ഡിഫറെൻറ്റ് റേസിൻസ് ഉണ്ട്, റോസ് പെറ്റൽസ് ഉണ്ട്, വൈറ്റ് സേജ്,
ഇതുപോലെയുള്ള എല്ലാ റോ മെറ്റീരിയൽസും ഓ നമ്മൾ ബൈബിളിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഫ്രാങ്കിൻസെൻസും മിറയും ലെമൺ ഗ്രാസ് നീം റൈസൻസ് അറിയാലോ നീം ട്രീയിൽ നിന്ന് വരുന്ന റൈസിനാണ്. പിന്നെ ഇത് അഗവുഡാണ്, അതായത് ഊദ് എസെൻഷ്യൽ ഓയിൽ നമ്മൾ ഇതിൽ നിന്നാണ് മേക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് ദ്വാന, ഇത് റൂട്ട്സിൽ നിന്നാണ്, വെർട്ടിവേർ റൂട്ട്സിൽ നിന്നാണ്. ലോബാനുണ്ട്, നമുക്ക് ലാവൻഡർ ഉണ്ട്. പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗം എങ്ങനെയാണ് ഇത് സ്റ്റിക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഗം റൈസൻ ആണ്, ഗം അറബിക് ഇതാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ വലിയ ചന്ദനത്തിരിയിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കാണാം ഇവിടെ റൂഫും വാൾസും എല്ലാം ഡെക്കറേറ്റ് സ്റ്റിക്സിന്റെ ബണ്ടിൽസ് വെച്ചാണ് നമ്മൾ ഇവിടെയാണ് മേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിന്റെ ചെറിയൊരു ലൈവ് വീഡിയോ കാണാം. ഇത് ഡിഫറെന്റ് ഫ്രാഗ്രൻസസ് ആണ്. സാൻഡൽ, റോസ്, ലോട്ടസ്, ലാവൻഡർ, ജെഗറാൻഡ. ഇതിന് നമ്മൾ റബ്ബർ ട്രീന്ന് വരുന്ന ഗം, നമ്മുടെ സാധാരണ റബ്ബർ ട്രീന്ന് വരുന്ന ഗം സ്റ്റിക്ക് ചെയ്യാവാണ്. റൈസിന് ഒരുപാട് നാള് കേടുകൂടാതെ നമ്മളാണ്. ഇത് ബാംബൂ സ്റ്റിക്കാണ്, ഫ്ലെക്സിബിൾ ആണ്. സാധാരണ നമ്മുടെ ചന്ദനത്തിന് ഇങ്ങനെ വരില്ല, ഇത് വെച്ചിട്ടാണ് ഈ സാറിന് കാണാം ഇവിടെ ഇത് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹാൻഡ് മെയ്ഡ് സാൻഡിൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഫാക്ടറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും കൂടി കാണിക്കാനുണ്ട്. വേൾഡിലെ ബിഗ്ഗസ്റ്റ് പെർഫ്യൂം ബോട്ടിലാണ്. ഇത് ബോട്ടിലിരിക്കുകയായിരുന്നു. അത് ശരി. ഇത് മെറ്റൽ വെച്ച് മേക്ക് ചെയ്തിരിക്കുന്നതാണ്. അക്രിലിക് അത് കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ഗ്ലാസ് ആണ്. ഓക്കെ. ഇത് വർക്ക് ചെയ്യുന്നത് കാണാം. പെർഫ്യൂം വരുന്നുണ്ട്. ഇത് ഡൈല്യൂട്ടഡ് വാട്ടർ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ഒരുപാട് ഓറഞ്ച് എസൻഷ്യൽ ഓയിൽ മാത്രമാകുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റുന്ന സ്മെല്ലാവില്ല. കാരണം ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൽ മാത്രം ഡൈല്യൂട്ട് ചെയ്യും. ബട്ട് സ്റ്റിൽ ഇറ്റ് സ്മെല്ലിംഗ്. പിന്നെ അറിയാൻ പറ്റും. ഇനി നമ്മളിവിടെ എസൻഷ്യൽ ഓയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ കൊടുക്കും. വിദേശികളാണ് നമുക്ക് നോർമലി, നോർത്ത് ഇന്ത്യൻസും വിദേശികളാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. സോ അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ആട്ടി കൊടുക്കും. ഇവിടെ തന്നെ ആട്ടി ഇതുപോലെ ആട്ടി കൊടുക്കും. ഓക്കെ, ആട്ടി വെളിച്ചെണ്ണ കൊടുക്കും. ഇവിടെ വെളിച്ചെണ്ണ വരും. ഓക്കെ. നാച്ചുറൽ അവരുടെ മുമ്പ് വെച്ച് ആട്ടി കൊടുക്കും. നമ്മൾ പെർഫ്യൂംസ് എല്ലാം ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലാണ്, നമ്മുടെ പഴമ നിർത്തിക്കൊണ്ട് തന്നെ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലാണ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ മെയിൻ ഫാക്ടറി ഉള്ളത് മൈസൂരാണ്. ഇവിടെ ജസ്റ്റ് അതിന്റെ ചെറിയൊരു ഡെമോ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്ന പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഓയിൽസും പെർഫ്യൂംസും ഒക്കെ മേക്ക് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇതുപോലെയുള്ള ഇതിലിപ്പോൾ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഒരു പ്രോസസ്സിൻ്റെ സ്പേസേ ഉള്ളൂ. എന്നാലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഫ്ലവേഴ്സ്, പൂക്കൾ അതിൻ്റെ സീസൺ ബേസ് ചെയ്ത് പല പല സ്ഥലങ്ങളിൽ നിന്ന് പൂക്കൾ കളക്ട് ചെയ്ത് അത് ബോയിൽ ചെയ്ത് വരുമ്പോൾ സ്റ്റീമും എസൻഷ്യൽ ഓയിലും അവിടെ കളക്റ്റഡ് ആവും. അത് നമ്മൾ കുറേ നേരം അതേപോലെ വെക്കുമ്പോൾ സ്റ്റീം താഴെയും എസൻഷ്യൽ ഓയിൽ മുകളിലും ആയിരിക്കും. അവിടെ നിന്ന് നമ്മൾ ഡിസ്റ്റിലേഷൻ ചെയ്താണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. സാധാരണ ഒരു പെർഫ്യൂമിൽ എന്തിനാണ് ഈ ആൽക്കഹോൾ കണ്ടന്റ്? അതായത് നമുക്ക് ചില ആൾക്കാർക്ക് ഓയിൽ കണ്ടന്റ് ഇഷ്ടാവില്ല. സോ അപ്പോൾ അവർക്ക് ഡ്രസ്സിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ എന്നാലും ബിസിനസ്സിന് വേണ്ടി, അതായത് ഇപ്പോൾ നമ്മളൊരു 100 ml ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ അതിൽ നമ്മൾ 100% എസെൻഷ്യൽ ഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത്. പക്ഷെ നോർമലി ഒരു ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇയോഡി പെർഫ്യൂം, ടോയ്ലറ്റ് പെർഫ്യൂം, അതിലുള്ള ആൽക്കഹോളിന്റെ കണ്ടന്റ് ആണ്. സോ യു വിൽ ഗെറ്റ് മോർ ചീപ്പർ. ഓക്കെ, അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറിജിനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിൻ ഉണ്ടാവുമോ? അതുകൊണ്ട് നമ്മൾ ഓൺ ദ വളരെ ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യില്ല. യു ക്യാൻ നമുക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ. സ്കിൻ ഫ്രണ്ട്ലി ആണ്, നാച്ചുറൽ ആയതുകൊണ്ട് സ്കിൻ ഫ്രണ്ട്ലി. ഓക്കെ. ഏതായാലും അതൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ടോം ഫോണിൻ്റെ എക്സ്ട്രീം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ലിലുള്ള നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കി തരാൻ പറ്റുമോ? കുറച്ച് മതി. നമ്മുടെ മോസ്റ്റ് പോപ്പുലർ ഇൻസ്പയർഡ് പെർഫ്യൂംസ് ആണ് പെർഫ്യൂം ഓയിൽസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു പെർഫ്യൂമിൽ ഏതൊരു പെർഫ്യൂം എടുത്താലും അതിൽ ആൽക്കഹോൾ ഇല്ലാതെ നമ്മൾ ചെയ്തു, ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അതിൽ ടോം ഫോർഡ് കാണണമെന്നല്ലേ പറയുന്നത്? ടോം ഫോർഡിൻ്റെ എക്സ്ട്രീം എന്നാണ് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലുള്ളത്. എടുത്തൊന്ന് മിക്സ് ചെയ്ത് തരണം. ടോം ഫോർഡ് ഓക്കെ.
കംഫർട്ടിൻ്റെ ഇത് ഓക്കെ കംഫർട്ട് ക്ലാസിക് ആണ്. Okay. ഇപ്പൊ പറയുന്നത് അപ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ പറ്റും. ഇത് ടൊബാക്കോ വണ്ണിൻ്റെ, ഇതും കംഫർട്ടിൻ്റെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിപ്പോൾ സാറ് നോർമലി സാർ ഒരു പെർഫ്യൂം വാങ്ങിക്കുകയാണെങ്കിൽ ആ അതിൽ സാറിൻ്റെ ഇതിൽ 80% ആൽക്കഹോൾ ഉണ്ടാവും. ഓക്കെ 80%. ഓക്കെ. 20% അതിൽ ഇതുണ്ടാവും. ഉണ്ടാവും. ഓക്കെ. ഇവിടെ സാറിന് ഇത് 100% നാച്ചുറൽ ആയിട്ട് ഞാൻ കാണിച്ചു. ഓക്കെ. അങ്ങനെ സാറിന് അതൊരു സ്ട്രിപ്സിൽ കാണിച്ചു. ഓക്കെ. ഇതിൽ സ്മെൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ്. ഓക്കെ. ഓക്കെ. കൊള്ളാം, നല്ലതാണ്. ഇതൊരു സ്പൈസിയാണ് ഫ്രഷാണ്. ഇതാണ് ബെറ്റർ. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഇതിന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പുതിയതുണ്ടാക്കുമോ അതോ ഓരോന്നും ഏതെങ്കിലും ആയിരിക്കും? ഇതിലിപ്പോൾ സാറിന് ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. സാറിന് അത് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിന് എങ്ങനെയുള്ള ഫ്രാഗ്രൻസ് ആണ് വേണം അതനുസരിച്ച് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ബോട്ടിൽസ് ചൂസ് ചെയ്യാം. ബോട്ടിൽസിന് ഒന്നിന് എക്സ്ട്രാ ചാർജസ് ഓ ഇല്ല. ഓ അങ്ങനെയുണ്ടല്ലേ. ഈ ബോട്ടിൽസിന് ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉണ്ട്. ആ ഫ്രണ്ടിലും കണ്ടു ഞാൻ കണ്ടു, അതുകൊണ്ട് പറഞ്ഞത്. നമുക്ക് ഞാനത് ടോം ഫോർഡ് നോയർ എന്ന് പറഞ്ഞില്ലേ, അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ സിമിലർ അവർ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അതേ സ്മെല്ലോടുകൂടി ഉണ്ടാക്കി തന്നിരിക്കുന്നു. നമ്മളവിടെ മേടിക്കുന്നതിൻ്റെ 4 വിലയ്ക്ക് ഇവിടെ കിട്ടും. അല്ല ഇത് ഞാൻ സ്മെല്ല് ഏകദേശം നമുക്ക് ഒരേപോലെ വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഓയിലി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് സാറിൻ്റെ കയ്യിലുള്ളത് ആൽക്കഹോൾ മിക്സ്ഡ് ആണ്. ഇതിൽ ആൽക്കഹോൾ ഇല്ലാതെ അതാണ് രണ്ടും തമ്മിലുള്ളത്. ഓക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മറ്റത് ഉപയോഗിക്കുന്നതിൻ്റെ അത്രയും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇല്ല സാർ. അല്ലേ? ഇത് 100 ഉപയോഗിക്കുന്നതിൽ 50 മതി. ഏതായാലും വളരെ സന്തോഷം ഇവിടെ വന്ന് ഇതെല്ലാം കാണാൻ കഴിഞ്ഞു. പിന്നെ ഈ പെർഫ്യൂം എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് കുറച്ച് സമയം ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മിക്സ് ചെയ്ത് നമ്മൾ കറക്റ്റ് സ്മെല്ല് ഉണ്ടാക്കി തരുകയും ചെയ്യും അല്ലേ? ഏതെങ്കിലും പെർഫ്യൂം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ബോട്ടിലും കൂടെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ എളുപ്പമാവും. ഏതായാലും വളരെ വളരെ സന്തോഷം കാണാൻ കഴിഞ്ഞതിലും. ഓക്കെ, താങ്ക് യു. കേട്ടോ. ഇനി ആർക്ക് വേണമെങ്കിലും വരാം. നിങ്ങളുടെ ഓൺ പെർഫ്യൂം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ആൽക്കഹോൾ ഇല്ലാതെ നമുക്ക് തരാം. നിങ്ങളുടെ പെർഫ്യൂമിൻ്റെ പ്രൈസിനെല്ലാം അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് തരാം. ഈ പെർഫ്യൂം ഷോപ്പ് വരുന്നത് ജൂ ടൗണിലെ പോലീസ് മ്യൂസിയത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെനിക്ക് തോന്നിയത്, നമുക്ക് ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള പെർഫ്യൂമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഉപയോഗിക്കുന്ന പെർഫ്യൂം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആ സ്മെല്ല് തന്നെ മിക്സ് ചെയ്ത് വിത്തൗട്ട് ആൽക്കഹോൾ എന്ന നിലയിൽ നമുക്ക് എടുക്കാൻ കഴിയും. അത് പ്രത്യേകിച്ച് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 100 ml ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം 50 ml ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ സെയിം എഫക്റ്റ് കിട്ടുന്ന രീതിയിലും വിലയും കുറച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നേ ഉള്ളൂ.